കല്യാണ പല്ലക്ക് ഏറ്റവും അടുത്ത മുഹൂർത്തം എന്ന് പറയുമ്പോ ഒരു 6 മാസം സമയം കിട്ടാമായിരിക്കുമോ? വേണുമ ആകുലതയോടെ ചോദിച്ചു. ഏയ്, 6 മാസം പറ്റില്ല. ഇവരുടെ ജാതകത്തിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവരെ രണ്ടുപേരുടെയും വിവാഹം നടത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഉടനെ തന്നെ ഉണ്ടാവണം. കൃത്യമായി പറഞ്ഞാൽ 3 ആഴ്ചയ്ക്ക് ശേഷം ഒരു നല്ല മുഹൂർത്തമുണ്ട്. ഉത്തമമാണ്. ഒരു നിമിഷം എന്തു പറയണോന്നറിയാതെ ഇരിക്കുവാണ് വേണുമാഷ്. അയാൾ മാധവന്റെ മുഖത്തേക്ക് നോക്കി. മാഷേ, ഞങ്ങൾക്കങ്ങനെ അധികം സമയമൊന്നും വേണമെന്നില്ല. മാഷ് പറയും പോലെ. മാധവൻ പറഞ്ഞു. അങ്ങനെയല്ല, 3 ആഴ്ച സമയമെന്ന് പറയുമ്പോ ഇനി അധിക ദിവസങ്ങളില്ലല്ലോ. ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല മാഷേ. കുട്ടികളുടെ വിവാഹം നടത്താൻ ഏറ്റവും ഉത്തമമായ മുഹൂർത്തം 3 ആഴ്ചയ്ക്ക് ശേഷമുണ്ട്. ബാക്കി പറയാതെ വേണുമാഷിന്റെ മറുപടി അറിയാനായി മാധവൻ കാതോർത്തു. എങ്കിൽ നമുക്ക് അന്നത്തേക്ക് നോക്കാം അല്ലേ? മാധവനെയും പോറ്റിയെയും മാറി മാറി നോക്കിക്കൊണ്ട് വേണുമാഷ് പറഞ്ഞു. അങ്ങനെ അവർ അത് തീരുമാനിച്ചു. തിരികെ വേണുമാഷെ വീട്ടിലിറക്കിയതാണ് മാധവൻ പോയത്. പോയ ഉത്സാഹമൊന്നും തിരിച്ചു വന്ന സമയത്ത് മാഷിന്റെ മുഖത്ത് കാണാതായതോടെ ശ്യാമള പരിഭ്രമിച്ചു പോയി. ഗംഗ മുകളിലുണ്ടായിരുന്നു. പക്ഷെ ഗായത്രി കോളേജിൽ പോയിരിക്കുകയായിരുന്നു. എന്തു പറ്റി മാഷേ? എന്താ മുഖത്തൊരു വല്ലായിക? ഏയ്, പൂജാരി പറഞ്ഞു വരുന്നത് 3 ആഴ്ചക്കുള്ളിൽ ഇവരുടെ വിവാഹം നടന്നില്ല അച്ചാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണത്രേ. അതെന്താ ഇപ്പൊ അങ്ങനെ? എനിക്കറിയില്ല ശ്യാമളെ. സഹകരണ ബാങ്ക് പറഞ്ഞിരിക്കുന്ന ലോണിന്റെ കാര്യമൊന്നും ആയിട്ടില്ല ഇതുവരെ. ഒരു തളർച്ചയോടെ മാഷ് ഉമ്മറത്തേക്ക് വന്നു. മാഷ് വിഷമിക്കാതെ എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഒന്നും നടന്നില്ല അച്ഛാ. അവിടെ എന്റെ പേരിൽ നമ്മുടെ കുടുംബ വീടിന്റെ അടുത്ത് കിടക്കുന്ന ഒരു 10 സെന്റ് സ്ഥലമില്ലേ, അത് തൽക്കാലത്തേക്ക് കൊണ്ടുപോയി ബാങ്കിൽ പണയം വെക്കാം. അതാകുമ്പോ നമ്മൾ ഉദ്ദേശിച്ച പൈസയും കിട്ടും, ഉദ്ദേശിച്ച കാര്യങ്ങളും നടക്കും. അത് വേണോ ശ്യാമളെ? നിനക്ക് വേണ്ടി നിന്റെ അമ്മയും അച്ഛനും കരുതി വെച്ചിരിക്കുന്ന ഏക സമ്പാദ്യം അതല്ലേ? അതിനിപ്പോ എന്താ മാഷേ? കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി തന്നെയല്ലേ സഹകരണ ബാങ്കിൽ ലോൺ കിട്ടുമ്പോ നമുക്കതിങ്ങ് തിരിച്ചെടുക്കാൻ നീ. മാഷ് അല്പം ആശ്വാസം തോന്നിയതുപോലെ ശ്യാമളയുടെ മുഖത്തേക്ക് നോക്കി. ഇത്രയും ചെറിയ കാര്യത്തിനാണോ ഈ മാഷ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ബാക്കിയുള്ളവരെ കൂടി പേടിപ്പിച്ചു കളഞ്ഞു? ശ്യാമള നെഞ്ചിറട് തടവിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഞാൻ മാഷിക്ക് കുടിക്കാന് എന്തെങ്കിലും എടുക്കാം. പോകുമ്പോഴേ അവൾ പറയുന്നുണ്ട്. പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. വേഗത്തിൽ തന്നെ ശ്യാമളയുടെ പേരിലുള്ള വസ്തു കൊണ്ടുവന്ന് ബാങ്കിൽ പണയം വെച്ചു. കിട്ടിയ പണം അതേപടി ബാങ്കിലേക്ക് ഇട്ടു. പിന്നെ നല്ലൊരു ദിവസം നോക്കി അവർ ഡ്രസ്സ് എടുക്കാനും സ്വർണം എടുക്കാനും എല്ലാം പോയി. ഗംഗയ്ക്ക് വല്ലാത്ത നിർബന്ധമായിരുന്നു 50 പവൻ തികച്ചു വേണമെന്ന്. അതിനുള്ള നിവൃത്തിയില്ലെന്നോ മാഷു എത്ര പറഞ്ഞിട്ടും അതൊന്നും അംഗീകരിക്കുവാൻ ഗംഗ ഒരുക്കമല്ലായിരുന്നു. കൂട്ടുകാരികൾക്കൊക്കെ ഒരുപാട് സ്വർണം കൊടുത്താണ് അവരുടെ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചയച്ചതെന്നും പറഞ്ഞ് ഒറ്റ കാലിൽ നിന്നു. ഒടുക്കം ഗായത്രിക്ക് ദേഷ്യം വന്നപ്പോ അവളും കയറി എന്തൊക്കെയോ പറഞ്ഞു. അത് ഗംഗയ്ക്ക് കുറച്ചിലായി പോയി. അങ്ങനെ 2 മക്കളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത് കണ്ട് ഒടുക്കം വേണുമാഷ് രണ്ടും കൽപ്പിച്ചു പറഞ്ഞു 50 പവൻ എടുക്കാന്ന്. അതോടുകൂടി ഗംഗയ്ക്ക് സന്തോഷമായെങ്കിൽ ഗായത്രിയുടെ മുഖം വീർത്തു തന്നെയിരുന്നു. ഇത്രയും പണമില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? ഗായത്രി വേണുമാഷിന്റെ അടുത്തേക്ക് ചെന്നു. സാരമില്ല മോളെ, അവിടെ ഒരു ആഗ്രഹമല്ലേ. ചേച്ചിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചേച്ചി പഠിത്തം കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലിക്ക് കയറിയിട്ടേ സ്വന്തമായിട്ട് മേടിക്കണമായിരുന്നു. അല്ലാതെ ഒരു സ്കൂൾ മാഷായ അച്ഛന് എന്ത് വരുമാനം കിട്ടുമെന്ന് കരുതിയാണ് ഈ ബാധ്യതകളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. ഗായത്രി നിർത്താൻ ഉദ്ദേശമില്ലാത്ത പോലെ പറഞ്ഞു. പക്ഷെ വഴക്കിനൊടുവിൽ ഗംഗ തന്നെ ജയിച്ചു. അവൾ ആവശ്യപ്പെട്ട രീതിയിൽ അവൾക്ക് ഇഷ്ടമുള്ള ഭാഷണിൽ 50 പവൻ സ്വർണം അവൾക്കായി പോയി വാങ്ങി. ഡ്രസ്സ് എടുക്കലും തയ്ക്കാൻ കൊടുക്കലും ഒക്കെ ആയിട്ട് ഒരു ബഹളം തന്നെയായിരുന്നു വീട്ടിൽ. മഹേഷിന്റെ ഒക്കെ വീട്ടിൽ നിന്നും സാരി എടുക്കാൻ വിളിച്ചിട്ടുണ്ട് നാളെ. വൈകുന്നേരം ഗംഗയും വേണുമാഷും ഗായത്രിയും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്യാമള വന്ന് പറഞ്ഞത്. നാളെ എപ്പോഴാമേ? നാളെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഗായത്രി പറഞ്ഞു. അതിന് നീ എന്തിനാ വരുന്നേ? എന്റെ മന്ത്രകൂടി എടുക്കാനല്ലേ പോകുന്നത്? അതിപ്പോ ഞങ്ങൾ പോയാലും പോരെ. ഗംഗെ, നീ വായടച്ചു വെക്ക്. നിന്റെ അനീതിയ ഗായത്രി. നിന്റെ എല്ലാ കാര്യത്തിലും അവളുടെ സാന്നിധ്യം വേണം. ആ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത പോലെ ഗംഗ ചവിട്ടിക്കുലുക്കി മുകളിലെ മുറിയിലേക്ക് പോയി.
അവളുടെ ആ പോക്ക് കണ്ടിട്ട് ഗായത്രി അനങ്ങാതെ നിന്നുപോയി. അമ്മ എന്തിനാ ഗംഗേച്ചിയോട് അങ്ങനെയൊക്കെ പറയാൻ നിന്നത്? അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ചേച്ചിക്ക് എന്നോട് എന്തോ ദേഷ്യം പോലെയാ, ഇനിയിപ്പൊ ഇതും കൂടി ആവുമ്പോ എന്ന് കരുതി അവൾ പറയുന്നതെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? മഹേഷിന്റെ പെങ്ങൾ മഹിമ ഗായത്രി പ്രത്യേകം വരണോന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഗായത്രി കോളേജിൽ പോയില്ല. പകരം ഡ്രസ് എടുക്കാൻ വേണ്ടി പോയി. മഹേഷും ഫാമിലിയും തുണിക്കടയിലേക്ക് നേരിട്ട് വന്നോളാന്ന് പറഞ്ഞതുകൊണ്ട് ഗംഗയും ഗായത്രിയും വേണുമാഷും ശ്യാമളയും ഒരു ഓട്ടോയിലാണ് തുണിക്കടയിലേക്ക് പോയി ഇറങ്ങുന്നത്. അവരെ കാത്ത് മഹേഷ് ഫ്രണ്ടിൽ തന്നെയുണ്ട്. പെട്ടെന്ന് വേണുമാഷിനെ അടുത്ത് കണ്ടപ്പോൾ ഒരു ചിരിയോടെ ചെന്ന് അയാൾക്ക് കൈകൊടുത്തവൻ, മാഷി എല്ലാരും വാ, അവരൊക്കെ വെഡിങ് സാരിയുടെ സെക്ഷനിലുണ്ട്. മഹേഷ് പറഞ്ഞത് പ്രകാരം എല്ലാവരും അവിടേക്ക് ചെന്നു. കുറച്ചധികം സാരികൾ അവർ അവിടെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഗംഗയുടെ കണ്ണുകൾ പല സാരികളിലൂടെ തെന്നി നീങ്ങിപ്പോയി. ഗംഗ എടുക്കാൻ പറയുന്നതെല്ലാം വളരെ വില കൂടിയ സാരികളാണ്. ശ്യാമള അത് കാണില്ലേ അവളുടെ കയ്യില് ചെറുതായി തോണ്ടുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേട്ടതായും അറിഞ്ഞതായും പോലും ഭാവിക്കാതെ ഗംഗ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ഗായത്രിക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. പക്ഷെ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഗംഗയുടെ ഒരു സംസാരത്തിന് മുതിർന്നാല് അതത്ര നല്ലതല്ലെന്നും അവൾക്ക് തോന്നി. എത്ര വില കൂടിയ സാരി കണ്ടിട്ടും ഗംഗയ്ക്കൊന്നും കണ്ണിന് പിടിച്ചില്ല. ഗായത്രി ഒളി കണ്ടിട്ട് മഹേഷിനെ നോക്കി. ഒരു ചെറു ചിരിയോടെ തന്നെ ഗംഗയെ നോക്കിയിരിക്കുകയാണവൻ. പെട്ടെന്ന് ഗായത്രി നോക്കുന്ന കണ്ടതും മഹേഷ് അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി ചിരിച്ചു. കുറെ അധികം സാരികൾ നിർത്തിയിട്ട് കഴിഞ്ഞപ്പോ സെയിൽസ് ഗേളിന്റെ മുഖവും ചെറുതായി മങ്ങി. മേഡം, ഈ സാരി മേഡത്തിന് നന്നായി ചേരും. ഗംഗയുടെ വെളുത്ത നിറത്തിലേക്ക് ഒരു ബേബി പിങ്ക് കളർ സാരി കൊണ്ടുവന്ന് വെച്ച് സെയിൽസ് ഗേൾ പറഞ്ഞതും ഗംഗ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എനിക്ക് ഏത് കളർ ചേരും ഏത് കളർ ചേർത്തില്ലെന്നൊക്കെ? പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചായതുകൊണ്ട് തന്നെ സെയിൽസ് ഗേളിന്റെ മുഖം വല്ലാതായി. വെപ്രാളപ്പെട്ട് ഗായത്രിയുടെ നോട്ടം ആദ്യം പോയത് മഹേഷിലേക്കാണ്. ചേച്ചിയുടെ ഈ സ്വഭാവം കാരണം ചേട്ടന് എന്തെങ്കിലും ദേഷ്യം തോന്നിയാലോ എന്ന് അവൾ ഓർത്തു. പക്ഷെ ഗംഗ സെയിൽസ് ഗേളിനോട് അങ്ങനെ പറഞ്ഞതും മഹേഷിന് അത്ര പിടിച്ചിട്ടില്ലെന്ന് ഗായത്രിക്ക് തോന്നി. കാരണം മഹേഷിന്റെ മുഖം നന്നായി മാറിപ്പോയിരുന്നു. അവരുടെ വീട്ടുകാരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ചേച്ചി, ഇത് എത്ര നേരമായി? എന്തുമാത്രം സാരികൾ എവിടെ എടുത്തു വെച്ചത്? ഇതിൽ നിന്ന് ഏതെങ്കിലും നല്ലതൊന്നും എടുക്ക്. നിരത്തിയിട്ടിരിക്കുന്നതിൽ നിന്ന് ഒരു കരിമ്പച്ച കളർ സാരി കയ്യിലേക്കെടുത്ത് ഗായത്രി പറഞ്ഞു, ഇത് കൊള്ളാം, ഇത് ചേച്ചിക്ക് നന്നായി ചേരും അല്ലേമ്മേ? ശ്യാമളയെ നോക്കി ചോദിച്ചു ഗായത്രി. ശ്യാമളയ്ക്കും ആ സാരി നന്നായി ഇഷ്ടം. അപ്പോഴേക്കും ഒരു മാമ്പഴമഞ്ഞ കളർ സാരി ഗായത്രി കണ്ടു. അതവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഒപ്പം മഹേഷിന്റെ അമ്മയും മഹിമയും എല്ലാവരും നോക്കി. കൊള്ളാം, ഇത് ഗംഗയ്ക്ക് നന്നായിട്ട് ചേരും. ഗംഗ, ഇത് നല്ല ഭംഗിയുണ്ടാവും. മഹേഷിന്റെ ചേച്ചിയും കൂടെ പറഞ്ഞതോടെ ഗംഗയ്ക്ക് പിന്നെ എതിർത്തു പറയാൻ കഴിഞ്ഞില്ല. ഒടുക്കം മനസ്സില്ലാ മനസ്സോടെ ആ സാരി തന്നെ തിരഞ്ഞെടുത്തവൾ. ഡ്രസ്സെല്ലാം വാങ്ങി മഹേഷിനോടും കുടുംബത്തോടും യാത്ര പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾ ഓരോന്ന് അടുത്തു വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വേണുമാഷിന്റെ ടെൻഷനും കൂടി വന്നു. ഗംഗയുടെ വിവാഹം പ്രമാണിച്ച് വേണുമാഷിന്റെ അനിയൻ ഷാജിയും ഗൾഫിൽ നിന്ന് എത്തിയിട്ടുണ്ട്. കല്യാണത്തിന് ഇനി 2 ദിവസങ്ങൾ മാത്രം ബാക്കി. വീട്ടുമുറ്റത്ത് പന്തലും അടുക്കളപ്പുറത്ത് അടുപ്പുകൂട്ടലും ഒക്കെയായി ഒരു ഉത്സവ പ്രതീതി. കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമാണ്. അത് ഏറ്റവും ഭംഗിയായി നടത്തണമെന്ന ഉദ്ദേശത്തിലാണ് കുടുംബക്കാരെല്ലാവരും. അതുകൊണ്ട് തന്നെ കല്യാണം നടത്താൻ ഹാളൊന്നും വേണ്ട. വീടിന് മുൻപിലെ വലിയ മുറ്റത്ത് തന്നെ പന്തലിടാമെന്ന് എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു. കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട്, വീട്ടിൽ വെച്ച് സദ്യ. ശ്യാമള അടുക്കളപ്പുറത്ത് പന്തൽ പണിക്കാർക്കുള്ള വെള്ളവുമായി നിൽക്കുമ്പോ ഗംഗ ഒരുങ്ങി ഇറങ്ങി വരുന്നത് അവർക്കടുത്തേക്ക്. നീ എവിടേക്ക് ഇപ്പൊ പോന്നേ? അവളുടെ കയ്യിൽ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനേ തയ്ക്കാൻ കൊടുത്ത ബ്ലൗസ് റെഡി ആയിട്ടുണ്ടെന്ന് ആ തയ്യക്കാരി വിളിച്ചു പറഞ്ഞു. ഞാനത് പോയി വാങ്ങിയിട്ട് വരാം. കവലയിലെ തയ്യൽ കടയിൽ തന്നെയാണ് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധിക ദൂരമില്ല, നടന്നു പോകാവുന്ന അകലമേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഗായത്രി കൂടി വിളിക്ക്. അതാവുമ്പോ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാലോ. എവിടെ പോയാലും ഒരു ഗായത്രി, നമുക്ക് ഒരു പണിയില്ലേ? അതുമല്ല, അവൾ ആ പിള്ളേരുടെ കൂടെ വല്ല മരത്തിന്റെ മുകളിലുമായിരിക്കും. എന്നെ കൊണ്ടൊന്നും വയ്യ അവളെ പോയി വിളിക്കാൻ. ഗംഗ അലസതയോടെ പറഞ്ഞു. എങ്കിൽ നീ പോയിട്ട് വാ, പെട്ടെന്നിങ്ങി വന്നേക്കണം കേട്ടോ.
കടയിലൊന്നും കയറി സമയം കളയരുത്. ഇല്ല, ഞാൻ വേഗം വരാം. അതും പറഞ്ഞുകൊണ്ട് ഗംഗ മുന്നോട്ട് നടന്നു. അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ശ്യാമള വേഗം അടുക്കളയിലേക്ക് വന്നു. വേണുമാഷിന് ഇന്നും കൂടിയേ ജോലിയുള്ളൂ. ഇനി വരുന്ന ഒരാഴ്ചത്തേക്ക് മാഷ് ലീവാണ്. ഗംഗയുടെ വിവാഹവും വിരുന്നും ഒക്കെ കഴിഞ്ഞിട്ടേ മാഷ് ഇനി ജോലിക്ക് പോകത്തുള്ളൂ. അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കി ശ്യാമള കുളിച്ചിറങ്ങി ഉമ്മർത്തിരിക്കുന്ന നേരത്താണ് വേണുമാഷ് സ്കൂളിൽ നിന്ന് തിരികെ എത്തുന്നത്. താനെന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? മക്കളെവിടെ? ശ്യാമള ഒറ്റയ്ക്ക് എന്തൊക്കെയോ ആലോചനയിൽ ഇരിക്കുന്ന കണ്ട് മാഷ് അവരോട് തിരക്കി. ഗായത്രിയാണ് ജയന്തിയുടെ വീട്ടിലാ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോയതാ. ഗംഗയുടെ വിവാഹത്തിന് അവർക്ക് 3 പേർക്കും കൂടി ഡാൻസ് കളിക്കണമെന്ന്. അതിന്റെ പ്രാക്ടീസ് എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയത്. ഗംഗയോ? ഗംഗ കല്യാൺ ബ്ലൗസ് തയ്ച്ചത് വാങ്ങാൻ തയ്യൽക്കാരി വിളിച്ചെന്ന് പറഞ്ഞ് കവലയിലേക്ക് പോയി. അത് പറയുന്നതോടൊപ്പം തന്നെ ഉമ്മറപ്പടിയിൽ ഇരുന്നവരുടെ മിഴികൾ ഹാളിൽ തൂക്കിയിട്ട ക്ലോക്കിലേക്ക് നീണ്ടു. സമയം ഏകദേശം 5 മണിയോടെ എടുത്തു. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞ് പോയതാണ് ഗംഗ. കവല വരെ പോയിട്ട് വരാൻ കൂടിപ്പോയ 1/2 മണിക്കൂർ മതി. ഇനി ബ്ലൗസ് തയ്ച്ചു കിട്ടിയതിൽ എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്യാനുണ്ടെങ്കിലോ? ചിലപ്പോ അതാകും അവൾ താമസിക്കുന്നത്. പക്ഷേ സമയം ഏറെ കടന്നുപോയി. പുറത്ത് വെയിൽ മാറി ഇരുട്ട് വരാൻ തുടങ്ങി. ജയന്തിയുടെ വീട്ടിൽ പോയി ഗായത്രി മടങ്ങി. എന്നിട്ടും ഗംഗ തിരികെ എത്തിയില്ല. ശ്യാമള അടുക്കളയിൽ ചെന്ന് ഫോൺ എടുത്ത് ഗംഗയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. സ്വിച്ച് ഓഫ് എന്നൊരു മറുപടിയാണ് അവർക്ക് ലഭിച്ചത്. ശ്യാമളയ്ക്ക് നേരിയ ഭയം തോന്നി. ഫോണും കൊണ്ട് അവൾ ഉമ്മർപ്പടിയിലേക്ക് ഇരുന്നു. വീണ്ടും വിളിച്ചു. അതേ മറുപടി, സ്വിച്ച് ഓഫ്. തുടരും.